ജോസ് ആൻ്റണി ബ്ലോഗ്സ് ഒരുക്കിയ വനയാത്രയുടെ തുടക്കമാണ് ഇന്ന്. പള്ളുരുത്തിയിൽ നിന്നും പുറപ്പെട്ട എസ്.എൻ. ക്ലബിൻ്റെയും സാഹിത്യ അക്കാദമിയുടെയും YCC ട്രസ്റ്റിൻ്റെയും ഒരു കൂട്ടം സ്നേഹക്കൂട്ടത്തിലെ അംഗങ്ങൾ ഒരുമിച്ച് കൂടിയാണ് ഇല്ലിത്തോട് മഹാഗണി കൂട്ടത്തിലേക്കുള്ള ഈ യാത്ര പുറപ്പെടുന്നത്. യാത്രയിൽ ഒട്ടനവധി കാഴ്ചകൾ കാണാൻ എല്ലാവർക്കും സാധിച്ചു. കാരണം 16 പേര് അടങ്ങുന്ന ഒരു ചെറിയ ബെൻസിൻ്റെ വണ്ടിയിലാണ് എല്ലാവരും യാത്ര ചെയ്തത്. വളരെ രസകരമായ യാത്രയിൽ ആട്ടവും പാട്ടവും എല്ലാവരുടെയും ഗാനങ്ങൾ ആലപിക്കുകയും കഥാപ്രസംഗം ആലപിക്കുകയും എല്ലാവരും അവരുടെ തമാശകൾ പറഞ്ഞ് യാത്ര വളരെ സുഖമായിരുന്നു. നാരായണമൂർത്തി പരിവ്രാജകാചാര്യനായ ശ്രീ നാരായണ ഗുരുസ്വാമികളുടെ തൃപാദങ്ങൾ കൊണ്ട് പുണ്യപ്പെട്ട ഈ ചൈതന്യഭൂമിയിൽ ഇന്ന് വരുവാനും പള്ളുരുത്തിയിലെ ശ്രീനാരായണ ക്ലബ്ബും YCC ട്രസ്റ്റും കൊച്ചിൻ സാഹിത്യ അക്കാദമിയും ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുമൊക്കെ ഇതിനകത്ത് പങ്കാളിത്തം വഹിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സ്നേഹക്കൂട്ടമാണ് ഇല്ലിത്തോടെന്ന് പറയുന്ന പരിപാവനമായ പെരിയാറിൻ്റെ ആ പുണ്യനദിയിലെ തിരുത്തിരി നേരം ആസ്വദിക്കാനും പ്രകൃതി ഭംഗി കാണാനും ഇറങ്ങിത്തിരിച്ച ഇന്നത്തെ ഈ ദിവസം. ഏതായാലും ഭക്ഷണത്തിനായി ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ സ്വാമിമാർ പറയുകയാണ്, അവിടെ ഇവിടെ ഇരുന്നൊന്നും ഭക്ഷണം കഴിക്കണ്ട, അവിടെ ബെഞ്ചും ഡെസ്കും എല്ലാം നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ പോയിരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിരുന്ന് ഇഡലും ചായയും എല്ലാം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മിസ്റ്റർ ജോസ് ആൻ്റണി പറയുന്നത്, ഇത് ഒരു ഡോക്യുമെൻ്റായിട്ട് തന്നെ നമുക്ക് സൂക്ഷിക്കണം. സർവമതം കൊണ്ട് ലോകമറിയപ്പെട്ട ഈ പ്രദേശം ആലുവ അദ്വൈത ആശ്രമം എന്നാണ് അറിയപ്പെടുന്നത്. സാക്ഷാൽ ശ്രീ നാരായണ ഗുരുവിൻ്റെ ഹൃദയശുദ്ധിയുടെ ചൈതന്യം വിളമ്പുന്ന ഈ പുണ്യഭൂമിയിൽ വരാൻ കിട്ടിയ ഭാഗ്യം തന്നെ സുഹൃതമാണ്. ആർഷാജി ആദികനാണ്, സോപാന സംഗീത പ്രിയനാണ്. വളരെയേറെ വർഷങ്ങൾ അദ്ദേഹം
സോപാന സംഗീതത്തിൻ്റെ യജ്ഞവുമായി ക്ഷേത്രങ്ങളോളം നടന്ന് സോപാന സംഗീതത്തിന് പ്രാധാന്യം കൊടുത്തൊരു വ്യക്തിയാണ് ആർഷാജിയുടെ കുറ്റി. തുറക്കും 5 മണിക്ക് നട തുറക്കും 12:30 പൂട്ടും. പൂജ കഴിഞ്ഞ് 12:30 പൂട്ടും. പൂജ 11:30 12:30 പൂട്ടും. പിന്നെ 5 മണിക്ക് തുറക്കും 8 മണി വരെ. എല്ലാ ദിവസവും എത്ര പേര്? എല്ലാ ദിവസവും ബലിയുണ്ട്. ഉദ്ദേശം ഇത്ര ആൾക്കാർ വരാറുണ്ട്? അതും ഉദ്ദേശം എന്നാലും കുറെ ആൾക്കാർ. ഉദ്ദേശം ഒരു എണ്ണം പറയാൻ പറ്റുമോ? 19-60 ഡെയിലി വരും അല്ലേ? അതൊന്നുമല്ല, അതിൽ കൂടുതൽ വരും. എല്ലായിടത്തും കേരളത്തിന്റെ നാനാഭാഗത്തുനിന്നും വരുമോ? ഇവിടെ റൂമെടുത്ത് താമസിച്ച് വെട്ടിയിട്ട് പോവാറ്. ഇവിടെ തന്നെ റൂം എല്ലാം ഉണ്ട്. റൂമിന് എന്താ ചാർജ്? അതൊക്കെ അവിടെ ചോദിക്കും. ഓക്കെ. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് ഉഷാന്ന്. ഉഷ. ഗീത. ഓക്കെ. പ്രകൃതി സൗന്ദര്യം തുളുമ്പുന്ന പെരിയാറിന്റെ പാനേലി പോരിലേക്ക് നാം കടന്നു പോവുകയാണ്. നമ്മൾ നയിക്കുന്ന സാരഥി രഞ്ജിത്ത് വളരെ ശാന്തനായ നല്ല മനുഷ്യൻ. എല്ലാവരും ഒരു കയ്യടിയോടുകൂടി നമ്മുടെ ഡ്രൈവറെ നമുക്ക് വരവേൽക്കാം. സ്വാഗതം ആശംസിച്ചു. ഏറ്റവും മുമ്പിൽ തലപ്പത്തിരിക്കുന്ന വെള്ളയും രഘു കല്ലറക്ക തൊട്ട് അദ്ദേഹം തുടങ്ങിയ കാലം തൊട്ട് തന്നെ ഞാൻ കാണുന്നത് തോളിൽ ഒരു ക്യാമറ വെച്ചുകൊണ്ട് എന്റെ മുമ്പിലെ കല്യാണത്തിലേക്ക് എന്നെയും എന്റെ വധുവിനെയും പിടിച്ചിരുത്തി ഒരുമിച്ച് കെട്ടിപ്പിടിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത ആ ഒരു ഓർമ്മയാണ് എനിക്ക് ജോസ് ആന്റണിയിലേക്ക് കടന്നു വരുന്നത്. ആദ്യമായി യൂറോപ്പിലെ കാലുകുത്താനും എനിക്ക് അവസരം തന്ന ജോസ് ആന്റണി സാറിന് നന്ദിയും കടപ്പാടും. അദ്ദേഹത്തെ സ്വാഗതം. തൊട്ടുപുറത്തിരിക്കുന്ന സ്ത്രീ EMN. വളരെ സന്തോഷകരമായ യാത്ര അതിരാവിലെ ആരംഭിച്ചെങ്കിലും ഉച്ചയോടുകൂടി എല്ലാവരും തന്നെ ഇല്ലത്തോടിൻ്റെ ആ സാന്നിധ്യത്തിലെത്തി ഹരിത ഭംഗിയേറിയ വനാന്തരങ്ങളിലൂടെ എല്ലാവരും ഒരുമിച്ചുള്ള യാത്രയ്ക്ക് വളരെ സ്നേഹസമ്പൂർണമായ ഒരു ഐക്യത്തിൻ്റെ പ്രതീതിയാണ് യാത്രയിൽ കാണുവാൻ കഴിഞ്ഞത്. ചെറിയ ഒരു സ്ഥലമാണെങ്കിൽ കൂടി മഹാഗണിയും അതുപോലെ ധാരാളം ഇല്ലികൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഇല്ലിത്തോടിനെ വളരെ സമൂഹത്തിലേക്ക് തുറന്നു വിടുന്നത് പോലെ ആ ഇല്ലികളെല്ലാം കാറ്റിൽ ആടുമ്പോഴുള്ള മുളലുകളെല്ലാം വളരെ സൗന്ദര്യമാണ്. ആ മുളലുകൾ കേൾക്കാൻ സംഗീതമാണ്. നമ്മുടെ വാഹനം ചെല്ലുമ്പോൾ തന്നെ അവർ ടിക്കറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളെ കാത്തിരിക്കുന്നത്. 60 രൂപ ഒരാൾക്ക് കൊടുത്താൽ മാത്രമേ ഈ കാടിനകത്തേക്ക് നമുക്ക് കയറുവാൻ സാധിക്കുകയുള്ളൂ. നെല്ലിമറ്റാണ്. മഹാഗണി തോട്ടം കാണാൻ വന്നേണോ? സ്ഥലം അങ്ങനെ കുളിക്കാൻ പറ്റിയ സ്ഥലമാണോ? അപകടം ഒന്നുമില്ലല്ലോ? പറയുമല്ലേ? അതൊക്കെ അറിയാൻ പാടില്ലെങ്കിൽ അവർ പതപ്പിക്കും. കുളിക്കാൻ പറ്റിയ ടൈമാണോ? വെള്ളം പെട്ടെന്ന് വെള്ളം കയറി വരികയൊന്നുമില്ലല്ലോ? നിങ്ങളുടെ പേരെന്താണ്? എന്നിട്ട് ഇന്റർവ്യൂവിൽ എടുക്കാനോ? സുധീഷ്. ഇവിടെ ഒരു ദിവസം ഉദ്ദേശം എത്ര പേര് വന്ന് പോകാറുണ്ട്? ദിവസങ്ങളിൽ ആള് കുറവായിരിക്കും. അല്ലെ ഇതുപോലുള്ള ശനി ഞായർ ദിവസങ്ങളിൽ അത്യാവശ്യം ആളുണ്ട്. എന്നാൽ ഉദ്ദേശം എത്ര ആൾക്കാർ വരും? അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആള് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല. ഓരോ സീസൺ അനുസരിച്ച് ആളുകൾ കൂടുതലും കുറവൊക്കെ ആയിട്ട്. എല്ലാ സീസണിലും ആൾക്കാരുണ്ടാവും അല്ലേ? എല്ലാ സീസണിലും ഇല്ല. മഴക്കാലം ആകുമ്പോ തീരെ അപകടങ്ങളെല്ലാം സംഭവിക്കാറുണ്ടോ? അപകടം ഇപ്പൊ അടുത്ത ഒരു 10 വർഷമായിട്ട് ഉണ്ടായിട്ടില്ല. അതിന് മുന്നൊക്കെ ഉണ്ടായിരുന്നു.
ഈ കുളിക്കുന്നിടത്ത് വെള്ളം പെട്ടെന്ന് പൊങ്ങി വരിക അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവുമോ? ഇല്ല അങ്ങനെ ഡാമിന് ഡാം തുറക്കണേ നമുക്ക് കറക്റ്റ് ഇൻഫർമേഷൻ ഉണ്ടാവും. അപ്പോൾ ഇവരെ ബന്ധങ്ങളുടെ ആൾക്കാരെ അറിയിക്കും അല്ലേ? സേഫായിട്ട് കുളിക്കുക അല്ലേ? ഏതായാലും ക്യാമറമാൻ്റെ അതിസൗന്ദര്യമായ ഈ പ്രകൃതിയെ ഒപ്പിയെടുക്കൽ എല്ലാവർക്കും ആവേശം തോന്നിക്കുന്ന ഒന്ന് തന്നെയാണ്. എറണാകുളം ജില്ലയിൽ തന്നെ 52 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഈ മഹാഗണിത്തോട്ടം വളരെ അത്ഭുതകരമാണ്. ഇവിടെ വരുന്ന കിളികളും ഇവിടെ വരുന്ന വായ്ക്കളും അതുപോലെ തന്നെ എന്തെല്ലാം തരത്തിലുള്ള കായ്ഫലങ്ങളുള്ള ഈ പ്രദേശത്ത് വളരെ ഇല്ലികൾ കൊണ്ട് നിറഞ്ഞ ഇല്ലിത്തോടിൻ്റെ ഈ മഹാസൗന്ദര്യം ആസ്വദിക്കാൻ എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങോട്ട് കടന്നു വരാത്തത്? തോട്ടത്തിൽ വന്നിരിക്കുകയാണ് ഞങ്ങൾ. ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും മറ്റുള്ളവരെ ആസ്വദിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. ഇത് അതിമനോഹരമായ ഒരു സ്ഥലമാണ്. വളരെയധികം മഹാഗണി തോട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. മഹാഗണി വലിയ വലിയ മരങ്ങളും കാടുകളും നിറഞ്ഞ അതിമനോഹരമായ ഒരു വനപ്രദേശമാണിത്. ഇവിടെ കുളിക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട്. ഇവിടെ ഫോറസ്റ്റ് ഗാർഡുകളൊക്കെ ഉണ്ട്. അവർ വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നതാണ്. എല്ലായിടത്തും സെക്യൂരിറ്റികൾ ഈ കാടിനെ സംരക്ഷിക്കുവാൻ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും എല്ലാ തരത്തിലുള്ള ഗൈഡൻസും അവർ തരുന്നുണ്ട്. ആനയുണ്ട്, അതുപോലെ തന്നെ മ്ലാവുകളുണ്ട്, മാനുണ്ട്, ഒട്ടനവധി മൃഗങ്ങളുള്ള ഈ ചെറിയ പ്രദേശമാണെങ്കിൽ കൂടിയും അപകടങ്ങൾ ഒഴിവാക്കാൻ അവിടുത്തെ വാർഡന്മാർ ശരിയായ രീതിയിൽ നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നവരാണ്? തൃശ്ശൂർ. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? എങ്ങനെ കുളിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണല്ലോ? ഓക്കെ, താങ്ക് യു. മഹാഗണി വനത്തിലാണ്. ഇവിടുത്തെ കാഴ്ചകൾ കൊണ്ട് നടക്കുകയാണ്. മനോഹരമായ കാഴ്ചകൾ, നിബിഡമായ വനം. എന്ത് രസം കാണാൻ. പിന്നെ ഇന്ന് അങ്ങനെ വരാൻ തോന്നിയത് പ്രത്യേക ദിവസം വല്ലതാണോ? വീട്ടിൽ വന്നതാണ്. അപ്പൊ ഫ്രണ്ടിനെ ആസ്വദിക്കാൻ കൊണ്ടുവന്നത് അല്ലേ? ഫ്രണ്ടിന്റെ പേരെന്താണ്? എവിടെ സ്ഥലം? കോതമംഗലം. ഇവിടെ വന്നിട്ട് മഹാഗണി തോട്ടം ഇഷ്ടപ്പെട്ടു? ഇനി വരണമെന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നിങ്ങളെ കൂട്ടുകാരൊക്കെ ഒന്ന് അറിയിക്കുക, കൊണ്ടുവരണം. നിങ്ങൾ നല്ലൊരു ട്രീറ്റ് കൊടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഓക്കെ, പരിപാടിയിൽ സന്തോഷം. ഓക്കെ. ഇല്ലിത്തോട്ട് മഹാഗണിത്തോട്ടത്തിൽ എത്ര പേര് ചെന്നാലും അവർക്ക് ഒരുമിച്ചിരിക്കാനും അതുപോലെ ഒന്നിച്ചുകൂടാനുമുള്ള സൗകര്യങ്ങൾ തന്നെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്.
വർഷങ്ങൾ പഴക്കമുള്ള മഹാഗണിയുടെ വലിയൊരു മരമാണ് കാറ്റത്ത് അവിടെ വീണ് കിടക്കുന്നത്. ഇതെല്ലാം നാളെ മണ്ണായി തീരേണ്ട ഒന്നാണ്. ഇത്രയും വലിയ മരം എത്രയോ വർഷങ്ങളായി ഇവിടെ കിടന്ന് അത് മൺതരികളായി മാറുന്ന കാഴ്ച അത്ഭുതപൂർവമായി നമുക്ക് കാണാൻ സാധിക്കും. ഈ പുഴ ആഴങ്ങളിൽ വശീകരിക്കുന്ന പുഴയാണ്. വളരെ ശ്രദ്ധിച്ചു വേണം ജലാശയത്തിലേക്ക് നമ്മൾ ചെല്ലേണ്ടതും അവിടെ പാലിക്കേണ്ടതായ നിയമങ്ങളും പാലിച്ചാൽ നന്നായി തടി രക്ഷപ്പെട്ട് നമ്മുടെ വീടുകളിൽ എത്തിച്ചേരാൻ സാധിക്കും. ആലുവ മണപ്പുറം പോലെ വിജനമായി കിടക്കുന്ന ഈ സ്ഥലത്ത് നല്ല ശുദ്ധമായ വെള്ളം, അവിടെ വരുന്നവർ മുഴുവനും കൊച്ചുകുട്ടികളെ താരാട്ട് പാടുന്നത് പോലെയാണ് ഊഞ്ഞാലാട്ടി അവരെ സൂചിപ്പിക്കുന്നത്. ഞങ്ങൾ ആ ശരിയായ രീതിയിൽ പാണൻകുഴി ജലാശയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പുള്ള ശുദ്ധജലത്തെയാണ് ഞങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ കഴിഞ്ഞത്. ആ വെള്ളത്തിൽ കയറി എല്ലാവരും തന്നെ അല്പനേരം നീരാടാൻ ശ്രമം നടത്തിയപ്പോഴാണ് ആ ചെറിയ മലയുടെ തൊട്ടേ അരികത്ത് തന്നെ വലിയ 2 ആനകളും ഒരു കുഞ്ഞാനയും അവിടെ വന്നു എന്ന് ഫോറസ്റ്റ് ഓഫീസർമാർ നമ്മളെ കൂക്കി വിളിച്ച് പറയും. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരിങ്ങോട്ട് വരുമോ എന്ന് കരുതി പാടന്മാർ ഉടനെ ഓടി വന്ന് അവർ മെസ്സേജ് കൊടുത്തുകൊണ്ട് വെടിവെക്കുകയായിരുന്നു. വെടിയുടെ ശബ്ദം കിട്ടിയതോടുകൂടി തന്നെ ആനകൾ ആ ദൂരെ നിന്നും നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്കുള്ള ആ ചെറിയ പാണൻകുഴി ജലാശയത്തിലേക്ക് ഇറങ്ങി അവർ നീന്തി അവർ ഇതാ തൊട്ട് അടുത്തേക്കുന്നത് പോലെ സാവധാനം വരുന്ന കാഴ്ച കാണാൻ അത്ഭുതകരമായിരുന്നു, ആവേശകരമായിരുന്നു, അത് അപകടകരവുമായിരുന്നു. എല്ലാവരും ഒത്തുകൂടി നീരാട്ടത്തിൽ വളരെ സന്തോഷത്തോടുകൂടി ആ തണുത്ത വെള്ളത്തിൽ ആനകളെ നോക്കി അങ്ങനെ കിടന്നു. ആനകൾ ഇതാ ഞാൻ പറഞ്ഞതുപോലെ കാട്ടിൽ നിന്നും കാട്ടാനകൾ ഒരു കുഞ്ഞാനയുമായി അമ്മയും അച്ഛനും എന്ന് പറഞ്ഞതുപോലെ അവർ ആ കൊച്ചിനെ സംരക്ഷിച്ച് നമ്മൾ പറയുന്ന ആ ജലാശയത്തിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച വളരെ നിങ്ങളെല്ലാവരും കാണേണ്ട കാഴ്ചകളാണ്. ഇത്രയ്ക്ക് അടുത്ത് ആനയെ കാണാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമായിരുന്നു പിന്നെ നമ്മുടെ യാത്രയിലെത്തിയ എല്ലാവരിലും തന്നെ ഉടലെടുത്തത്. ആ ആനകളെല്ലാം വളരെ ആവേശത്തോടുകൂടി ഞങ്ങളുടെ ശബ്ദവും എല്ലാവരുടെയും ഈ മണവുമൊക്കെ പിടിച്ചുകൊണ്ട് ആന വളരെ വേഗത്തിലാണ് കുഞ്ഞാനയെ സംരക്ഷിച്ചുകൊണ്ട് ആ പാണാങ്കുഴി ജലാശയത്തിലൂടെ അതിൻ്റെ ആഴം കണക്കാക്കി നീന്തി പോരുന്ന കാഴ്ച വളരെ രസകരമായിരുന്നു. ആനകളെയെല്ലാം സ്വതന്ത്രമായ ആനകളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ കാട്ടാനകൾ അത് പോകുന്ന പോക്ക് കാണാനും ആ നീന്തൽ കാണാനുമൊക്കെ ഭാഗ്യം ലഭിച്ച ഒരു യാത്രയായിരുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ ജോസ് ആൻ്റണി ബ്ലോഗ്സിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ അത്ഭുതപൂർവമായ ആ കുഞ്ഞിനെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന അതിൻ്റെ അച്ഛനും അമ്മയുമൊക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് പോലെ വളരെ സംരക്ഷിച്ച് ആ കുഞ്ഞിനെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച അത്ഭുതകരമായിരുന്നു, ആവേശകരമായിരുന്നു. ഇതെല്ലാം നേരിൽ കാണാൻ കഴിഞ്ഞ ഭാഗ്യം തന്നെയാണ്. നന്ദി, നമസ്കാരം.
സാധാരണ എല്ലാ ദിവസവും ഇങ്ങനെ വരാറുണ്ടോ? ഇല്ല അത് വല്ലപ്പോഴും. വെള്ളമല്ലേ. ഇന്നിപ്പോൾ ആരാ കണ്ടത്? ചേട്ടാനെ? ചേട്ടനാണോ കണ്ടോ? അല്ല അത് അവിടെ അവര് ഞങ്ങളെ വിളിച്ചു പറയും ഓടിക്കാൻ നേരത്ത്. ഓടിക്കാൻ അവര് ഗുണ്ട് പൊട്ടിക്ക് തുടങ്ങുമ്പോൾ ഞങ്ങൾ വിളിച്ചു പറയും ഗുണ്ട് പൊട്ടിച്ചാൽ ശ്രദ്ധിച്ചോളണം. നമ്മൾ ഇതുപോലെ നോക്കിയിരിക്കും. ഇറങ്ങി വരുമ്പോൾ ഗുണ്ട് പൊട്ടിക്കും. അതാ ഞാൻ പൊക്കോളും. നമ്മൾ പേടിക്കാൻ ഗുണ്ട് പൊട്ടിക്കുമ്പോൾ പോയിക്കോളും. അത് പൊക്കോളും. അതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ. ഇതേവരെ ആരും ഉപദ്രവിച്ചിട്ടില്ല. ഇങ്ങോട്ട് ഉപദ്രവിക്കുന്ന നമുക്ക് തോന്നണമില്ല. ഇപ്പൊ ഇവിടെ അങ്ങനെ ഉപദ്രവമുള്ള ആനയ്ക്കൂടെ ഇല്ല. ഇപ്പൊ ഇങ്ങനെ പോകുന്നതിനോട് കുഴപ്പമില്ല. ഞങ്ങൾ ഇങ്ങനെ പോകുന്നതിന് കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. ഓക്കെ. കുട്ടികളെ, നമ്മളിന്ന് എത്ര ആനനെ കണ്ടു? ഇല്ല മോനെ, പുറകില് 5 ആന വരുന്നുണ്ട്. 2